ഡയറ്റ് ഈസ് നോട്ട് എ ഫാൻറ്റസി. അതായത് ഡയറ്റ് എന്ന് പറയുന്നത് ഒരു ഫാൻറ്റസി ആയിട്ട് കൊണ്ടുപോകേണ്ട സാധനമല്ല. പക്ഷെ ഇന്ന് ആളുകളെല്ലാം ഒരു ഫാൻറ്റസി പോലെയാണ് ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർക്ക് ഓവർനൈറ്റിൽ മാജിക്കൽ റിസൾട്ട്സ് വേണം, അതുപോലെ ഒരു വീക്കിൽ തന്നെ ഡ്രീമി ട്രാൻസ്ഫോർമേഷൻ വേണം. പക്ഷെ അങ്ങനെ ഒന്നും നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ റിയലി ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലാണ്. അതൊരിക്കലും ഒരു മിറാക്കിളായിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല. അതൊരു ഹാർഡ് വർക്കിലൂടെ നമ്മൾ നേടിയെടുക്കാൻ അച്ചീവ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ബാലൻസ് ആയിട്ടുള്ളൊരു മീല് കഴിക്കുക, അതുപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പോർഷൻ കൺട്രോൾ ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് പോവുക എന്നുള്ളതാണ്. നമ്മൾ പല വീഡിയോസിലും പല പിക്ചേഴ്സിലും കാണുന്ന പോലെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വ്യക്തി ആവാൻ വേണ്ടി, അതുപോലെ എക്സ്പെൻസീവ് ഡയറ്റ് മാത്രം കഴിച്ചുകൊണ്ടാണ് ഹെൽത്തി ആവുക എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ ഒക്കെ ഇന്ന് പലരിലും കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ മാത്രമല്ല നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കഴിച്ച് അത്രയ്ക്കൊന്നും എക്സ്പെൻസീവ് അല്ലാത്ത നമ്മളുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ്സ് എല്ലാം കഴിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനായിട്ട് നമ്മുടെ ഡയറ്റിൽ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന എക്സസൈസ്, അതുപോലെ നമ്മളെ മെൻ്റൽ ഹെൽത്തും ഉറക്കവും ഒക്കെ അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് നമുക്ക് വേണ്ടത്, മൊത്തത്തിലൊരു മോഡിഫിക്കേഷൻ. അല്ലാതെ നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളിൽ തന്നെ നമുക്കൊരു മിറാക്കിളായിട്ട് ചേഞ്ച് വരും എന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും റിസൾട്ട് കിട്ടും. പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം, അതുപോലെ തന്നെ അതിന് ടൈം എടുക്കും. അതുകൊണ്ട് മെല്ലെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ആയിട്ട് കിട്ടുന്ന റിസൾട്ട് മാത്രമാണ് നമ്മുടെ കയ്യിൽ പെർമനൻ്റ് ആയിട്ട് ഉണ്ടാവുക.